കേരളം വീണ്ടും ഒരു കടുത്ത ഊർജ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണോ? അപ്രഖ്യാപിത പവർ കട്ടുകളും ലോഡ് ഷെഡിങ്ങും സംസ്ഥാനത്തെ വ്യവസായ വാണിജ്യ മേഖലകളെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു? ഉൽപ്പാദന ചെലവ് വർദ്ധിക്കുകയും ലാഭം കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വ്യാപാരികളും വ്യവസായികളും വലിയ ആശങ്കയിലാണ്. എന്നാൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിലെ സാങ്കേതിക തടസ്സങ്ങളും ആഭ്യന്തര ഉൽപ്പാദനത്തിലെ കുറവും KEC ചൂണ്ടിക്കാട്ടുന്നു. ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ പ്രതിനിധി ഡോക്ടർ MG സുരേഷ് കുമാർ, ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷൻ പ്രതിനിധി AR സതീഷ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി CS അജ്മൽ എന്നിവർ. ശ്രീ സതീഷ്, ഉപഭോക്താക്കളുടെ നിലപാടിൽ ഈ ക്രൈസിസിന് കാരണം എന്താണ്? KEC ആസൂത്രണ പരാജയമാണോ അതോ ഡിമാൻഡ് പ്രൊജക്ഷൻ തെറ്റായിരുന്നുവോ? നമ്മുടെ കേരളത്തിലെ ഒരു പ്രത്യേകത അനുസരിച്ച് കേരളത്തിലെ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ഏകദേശം മൊത്തം ഉപഭോഗത്തിൻ്റെ 60% കൺസ്യൂം ചെയ്യുന്നതിന് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സാണ്. അത് ഇന്ത്യയിൽ തന്നെ വേറൊരു സംസ്ഥാനത്തിലും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. സാധാരണ ഇന്ത്യൻ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് കൺസംഷൻ എന്ന് പറയുന്നത് 30% താഴെ മാത്രമാണ്. കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഒരു 1980കളിൽ അത് 20% മാത്രമായിരുന്നതും ബാക്കി 80% കൺസംഷനും ഉപയോഗിച്ചിരുന്നത് വ്യവസായങ്ങളും വ്യാപാര സ്ഥാപനങ്ങളുമായിരുന്നു. അതിൻ്റെ സ്ഥിതി ഇന്ന് മാറി. ഇന്ന് മെജോറിറ്റി ഓഫ് കൺസ്യൂമേഴ്സ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സായി. ബൈ നമ്പർ വെച്ചാൽ മൊത്തം ഒരു 130 ലക്ഷം കൺസ്യൂമേഴ്സ് ഉള്ള കേരളത്തിൽ 98 ലക്ഷം, ഏകദേശം 1 കോടി കൺസ്യൂമേഴ്സ് ഇന്ന് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സാണ്. ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് വൈദ്യുതി ആവശ്യകത ഏറ്റവും കൂടുതലുള്ള പീക്ക് ടൈമിലാണ്. എന്നുവെച്ചാൽ വൈകുന്നേരം 6 തൊട്ട് ഒരു 11 മണി, ഇപ്പോൾ അത് 11, നേരത്തെ 6 തൊട്ട് 9 വരെ ആയിരുന്നു. ആ 9 എന്നുള്ള കാലഘട്ടം മാറി 10ആയി, 11ആയി, ഇപ്പോൾ ഏകദേശം 11:30, 12 വരെയും തന്നെ പീക്ക് ടൈം എന്ന് പറയാം. അപ്പോൾ വൈകുന്നേരം 6 തൊട്ട് ഏകദേശം രാത്രി 12 വരെ നമ്മുടെ ഡൊമസ്റ്റിക് കൺസംഷൻ അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ്. മാക്സിമം ഉപയോഗിക്കേണ്ട ഡൊമസ്റ്റിക് ഉപയോഗിക്കേണ്ട വൈദ്യുതിയുടെ 75% ഈ സമയത്താണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ വൈദ്യുതി നിലയങ്ങൾ ഡിസൈൻ ചെയ്തേക്കുന്നത് 24 മണിക്കൂറും ഒരേ ലോഡ് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ മൊത്തം വൈദ്യുതി ഉപയോഗത്തിൻ്റെ ഏകദേശം 25% മുതൽ 32-33% വരെ നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കി 70 മുതൽ 75% വരെ വൈദ്യുതിയും പുറമേ നിന്ന് കിട്ടുന്ന വൈദ്യുതിയാണ്. അതിനകത്ത് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് CGS സ്റ്റേഷൻ്റെ ഷെയർ ഉണ്ട്. അതുപോലെ നമ്മൾ ലോങ് ടൈം ഷോർട്ട് ടൈം എഗ്രിമെൻറ്റിൽ കൂടെ കിട്ടുന്ന പവറുകളുണ്ട്. അതുപോലെ ഷോർട്ട് ടൈം മാർക്കറ്റിൽ കിട്ടുന്ന പവറുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നത്. ഏകദേശം നമ്മുടെ ഡിമാൻഡ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു പകലൊക്കെ വെളുപ്പാങ്കാലത്ത് ഒരു 3000-3500 മെഗാവാട്ട് ഉണ്ടെങ്കിൽ അത് പീക്ക് ടൈമിൽ പ്രത്യേകിച്ച് മാർച്ച് ഏപ്രിൽ മെയ് കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ വർഷം അത് 6000 മെഗാവാട്ടിന് മുകളിൽ പോയിട്ടുണ്ട്. 6033 മെഗാവാട്ട് വരെ പോയിട്ടുണ്ട്. വെച്ചാൽ ഏകദേശം ഇരട്ടി ഡിമാൻഡാണ് സാധിക്കുന്നത്. അത് ഒരു ലൈസൻസിയെ സംബന്ധിച്ചോളം അത് മാനേജ് ചെയ്യുക വെച്ചാൽ വളരെ ദുർഘടമാണ്. അതിൻ്റെ കാരണം ബേസ് ലോഡ് വെച്ചാൽ 24 അവേഴ്സും കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ലൈസൻസിക്ക് ആ രീതിയിൽ പ്ലാൻ ചെയ്യാൻ ഒക്കത്തുള്ളൂ. അതാണ് കേരളം നേടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ കേരളത്തിലെ എത്ര വ്യവസായ സൗഹൃദം എന്ന് പറഞ്ഞാൽ പോലും
വൻകിട വ്യവസായങ്ങൾ ഒന്നും വരുന്നില്ല. പണ്ടുണ്ടായിരുന്ന പല വ്യവസായങ്ങളും പൂട്ടിപ്പോയെന്നില്ല. പുതിയതായിട്ട് ഒരു മേജർ വ്യവസായം നമ്മുടെ കേരളത്തിൽ വരുന്നില്ല. പിന്നെ വരുന്നത് വ്യാപാരികൾ എന്നുവെച്ചാൽ കച്ചവട സ്ഥാപനങ്ങളും ഹോസ്പിറ്റൽ, സർവീസ് സെക്ടർ അതുപോലുള്ള മേഖലയിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ മാത്രമാണ് കൺസംഷനിൽ വരുന്നത്. അപ്പോൾ ഇത് മാനേജ് ചെയ്യാൻ ഏത് ലൈസൻസിക്കും വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് സത്യത്തിൽ ഇന്ന് കേരളം നേടുന്ന പ്രതിസന്ധിക്ക് കാരണം. പക്ഷേ അതിനകത്ത് KSEBിയുടെ ഭാഗത്തു നിന്നുള്ള പല പ്ലാനിങ് വീഴ്ചകളുമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 വർഷം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 വർഷത്തെ ഏറ്റവും മികച്ച ഒരു കൺസ്യൂമർ പാറ്റേൺ എന്ന് പറയാം. കഴിഞ്ഞ 3 വർഷം എടുത്തു കഴിഞ്ഞാൽ 3 വർഷത്തിൽ 2023-24 എടുത്തു കഴിഞ്ഞാൽ 30,938 മില്യൺ യൂണിറ്റാണ് കേരളത്തിൽ മൊത്തം ഉപയോഗിച്ച വൈദ്യുതി. അതേസമയം 24-25 അത് 31,632 ദശലക്ഷം യൂണിറ്റായി കൂടി. ഇതാ ഒരു 2.25% വർധനവ്. പക്ഷേ വീണ്ടും ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം 25-26 നമ്മുടെ മാർച്ച് മാസത്തിൽ കഴിഞ്ഞ ഏപ്രിൽ 2025 തൊട്ട് മാർച്ച് 2026 വരെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച വൈദ്യുതി എന്ന് പറയുന്നത് മൊത്തം വൈദ്യുതി 31,234 അതായത് അതിന് മുമ്പിലത്തെ വർഷത്തിൽ നിന്ന് 1.26% വൈദ്യുതി നമ്മൾ കുറവാണ് ഉപയോഗിച്ചത്. സത്യത്തിൽ KSEB പ്ലാൻ ചെയ്യുന്നത് മുൻപത്തെ വർഷത്തേക്കാൾ 5 മുതൽ 6% വരെ വൈദ്യുതിയുടെ വർധനവ് കണക്കാക്കിയാണ് KSEBിയുടെ പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ വർഷം മാത്രം ഉപഭോഗത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു ജമ്പ് ഉണ്ടായിരിക്കുന്നത്? ഈ വർഷം ജമ്പല്ല ഉണ്ടായിരിക്കുന്നത്. ഈ വർഷം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം 1.26% കുറവാണ് ഉണ്ടായത്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഡൊമസ്റ്റിക് സെക്ടറിൽ നല്ല രീതിയിൽ സോളാർ പെനിട്രേഷൻ ഉണ്ടായിട്ടുണ്ട്. സോളാർ ജനറേഷൻ സ്വന്തമായിട്ട് ഉപയോഗിച്ചതുകൊണ്ട് വൺ ഓഫ് ദി മെയിൻ റീസൺ. ബാക്കി ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സിൻ്റെ കൺസംഷൻ കൂടിയിട്ടില്ല. ഡൊമസ്റ്റിക് സെക്ടറിൽ നേരത്തെ ഉണ്ടായിരുന്ന 60% കൺസംഷൻ എന്ന് പറയുന്നത് സ്വന്തം ജനറേഷൻ ഉള്ളതുകൊണ്ട് കൺസംഷൻ കുറഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ ഈ പക്ഷേ കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഈ വർഷത്തിലുള്ള കൺസംഷൻ കുറയാനുള്ള സാഹചര്യം ഉണ്ടായത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ വായിച്ച കണക്കനുസരിച്ച് 6,195 മെഗാവാട്ട് വരെയാണ് ഈ വർഷം ഡിമാൻഡ് ഉയർന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഡിമാൻഡാണ്. ഞാൻ പറഞ്ഞത് ടോട്ടൽ മില്യൺ യൂണിറ്റ് എത്ര എനർജി ഉപയോഗിച്ചു എന്നുള്ളതാണ്. മറ്റേത് ഈ ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് അരമണിക്കൂറിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു എനർജിയുടെ പാറ്റേൺ ആണ്. പലപ്പോഴും ഈവനിങ്ങിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് 6,033 വരെ വന്നു. അതെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 2020 ഈ ഇതിന് മുമ്പുള്ള ഒരു ഹയർ ഡിമാൻഡ് ഉണ്ടായത്. 6,000 മുകളിൽ പോയതും ഒരു അരമണിക്കൂറിൽ സംഭവിക്കുന്നതാണ് ഈ ഡിമാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ ആണെങ്കിൽ അതിന്റെ പകുതിയോ താഴെ ഡിമാൻഡേ ഉള്ളൂ. നമുക്ക് ആ പീക്ക് ടൈമിലുള്ള ഡിമാൻഡ് മെയിൻലി പല കാരണങ്ങളുണ്ട്. ഇപ്രാവശ്യം ചൂട് കൂടി, IPLന്റെ കളികൾ നടക്കുന്നു. അപ്പം എല്ലാവരും നോർമലി ആ സമയത്ത് കൺസംഷൻ കൂടുതലായിരിക്കും. സോളാർ ഇൻസ്റ്റാൾ ചെയ്തവർക്ക് പകലേ ഉള്ള ജനറേഷൻ, അവർക്ക് രാത്രി ജനറേഷൻ ഇല്ല. ആ സമയത്ത് സോളാർ ഉണ്ടാക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പലരും അവരുടെ AC ആണെങ്കിലും ബാക്കി ഉപകരണങ്ങളുടെ ഉപയോഗം പീക്ക് ടൈമില്ല. ഞാൻ പറഞ്ഞ 6 വരെ കൂടിയിട്ടുണ്ട്. അതാണ് അതുകൊണ്ടാണ് ഡിമാൻഡാണ് കൂടിയത്. ദാറ്റ് ഈസ് നോട്ട് ദ എനർജി. വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. നമുക്ക് അടുത്ത ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ശ്രീ അജ്മൽ, ലോഡ് ഷെഡിങ് വ്യാപാര മേഖലയെ പ്രത്യേകിച്ച് പെട്ടെന്ന് കേടാകുന്ന സാധനങ്ങൾ വിൽക്കുന്ന കടകളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം വ്യാപാരവും വ്യവസായവും വ്യാപാര മേഖലയിലെ ചെറുകിട രംഗത്ത് തുടങ്ങി. അതായത് ഒരു സാധാരണ ഒരു കൂൾബാറുകാരൻ അവനൊരു മിക്സിയിൽ ജ്യൂസ് അടിച്ചും നാരങ്ങ വിഴിഞ്ഞും വിൽക്കുന്ന ആളുടെ വ്യാപാരത്തിൽ ഫ്രീസറിൽ ഐസ്ക്രീമും ഐസും അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഇരിക്കും. രാത്രി 1 മണിക്കൂറൊക്കെ പോകുമ്പോൾ തിരിച്ച് ആ ഫ്രീസ് ചെയ്ത ഐസ് ഉൽപ്പന്നങ്ങൾ തിരിച്ച് അതേ ടെമ്പറേച്ചറിൽ കൊണ്ടുവരുമ്പോൾ വൈദ്യുതി അഡീഷണൽ വരുന്ന നഷ്ടങ്ങൾ, ആ സമയത്തെ കച്ചവട കുറവുകൾ, വ്യവസായ സ്ഥാപനങ്ങളിൽ 5 മുതൽ 100 മുതൽ അടക്കമുള്ള തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ഥാപനങ്ങൾ, അതിനുള്ള ജനറേറ്റർ സംവിധാനങ്ങളുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകുകയില്ല. അവിടെ വരുന്ന അത്രയും തൊഴിലാളികൾ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഈ സംപ്രേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഒന്നും നാട്ടിൽ ഇപ്പോൾ കറണ്ട് പോയി. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വേനൽ കൂടി അപ്പോഴും കറണ്ട് പോകും. മഴ ഒന്ന് ആഞ്ഞു വീശിയാൽ അവിടെ കറണ്ട് പോകും. പക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപാദനം നടന്നുകൊണ്ടിരിക്കുന്ന മഴ മൂലമുണ്ടാകുന്ന
ആ ഡാമുകളിൽ വന്ന വെള്ളം കൊണ്ടാണ്. പക്ഷെ മൂലമറ്റം അടക്കമുള്ള ജലവൈദ്യുത നിലയങ്ങളിൽ എത്ര ജനറേറ്ററുകൾ അവിടെ ഉൽപാദന രംഗത്ത് പ്രവർത്തിപ്പിക്കുന്നുണ്ട്, എത്ര ജനറേറ്ററുകൾ അവിടെ പ്രവർത്തനരഹിതമാണ്. ഒന്ന്, വേനലിന്റെ ചൂടും വേനലിന്റെ കാഠിന്യവും വൈദ്യുതി വകുപ്പിന് നേരത്തെ അറിയാവുന്നതാണ്. വേനൽ കടക്കുമ്പോൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് വ്യാപാര രംഗത്ത് വലിയ നഷ്ടമാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ പോയത് മൂലവും ഗൾഫ് യുദ്ധത്തിന്റെ പ്രതിസന്ധികളടക്കം ഈ വർഷത്തെ പ്രത്യേകത, അല്ലെങ്കിൽ ഓരോ വർഷം പ്രളയം, കോവിഡ്, ഓരോ വർഷം ഓരോ പ്രതിസന്ധി നേരിടുന്ന മേഖലയാണ് വ്യാപാര മേഖല. ഈ വർഷത്തെ പ്രതിസന്ധി അന്യസംസ്ഥാന തൊഴിലാളികൾ ആക്ഷൻ മൂലം കടന്നു പോകുന്നു. യുദ്ധത്തിന്റെ പ്രതിസന്ധി മൂലം ഗ്യാസിന്റെ വില വർധനവ്, ഗ്യാസ് ഷോർട്ടേജ്, ഇതിന്റെ ഇടയ്ക്ക് ഈ വൈദ്യുതിയുടെ പ്രതിസന്ധി ചെറുകിട രംഗത്തും വ്യവസായ രംഗത്തും വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സാമ്പത്തികമായി വലിയ നഷ്ടം ഈ രംഗത്ത് വ്യാപാരികൾക്കും വ്യവസായികൾക്കും വരുന്നുണ്ട്. ഡോക്ടർ MG സുരേഷ് കുമാർ, ഓരോ വർഷവും വേനൽക്കാലത്ത് ആവശ്യമുയരും എന്ന് അറിയാം, പിന്നെ എന്തുകൊണ്ടാണ് ഓരോ തവണയും അത് പ്രതിസന്ധിയായി തീരുന്നത്? ഒന്ന്, ഇവിടെ നേരത്തെ സതീഷ് പറഞ്ഞതുപോലെ ടോട്ടൽ എനർജിയുടെ പ്രശ്നമല്ല ഇപ്പം നിലവിൽ KSEB അനുഭവിക്കുന്നത്. വൈകുന്നേരത്തെ ഡിമാൻഡിന്റെ പ്രശ്നമാണ്. അതായത് നമ്മുടെ ഡിമാൻഡ് നമ്മൾ പ്ലാൻ ചെയ്തതിൽ നിന്ന് അപ്രതീക്ഷിതമായി വലിയ രൂപത്തിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നം. ഇപ്പോ എനർജി കൺസംഷൻ, ഇപ്പൊ ഒരു ദിവസം മുഴുവനുള്ള എനർജി കൺസംഷൻ ആണ് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം 31,000 മില്യൺ യൂണിറ്റ് എന്നൊക്കെ പറയുന്നത് വർഷം മുഴുവനുള്ള എനർജി കൺസംഷൻ ആണ്. വർഷം മുഴുവനുള്ള എനർജി കൺസംഷനിൽ ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമുള്ള ഡിമാൻഡിലാണ് ഇപ്പൊ പ്രശ്നം. അല്ലാതെ ടോട്ടൽ വർഷം മുഴുവനുള്ള എനർജി കൺസംഷൻ കൊടുക്കാനുള്ള വൈദ്യുതി ഇല്ലാത്തതല്ല നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഈ ഡിമാൻഡിൽ വരുന്ന കൺസ്ട്രെയിൻസ് ആണ്. ഇപ്പൊ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതിന് ചില പരിമിതികളുണ്ട്. നമ്മൾ പ്ലാനിങ് നടത്തുന്നത് ഇപ്പം വേനൽക്കാലത്ത് എത്ര വൈദ്യുതി ഡിമാൻഡ് വരും, പീക്ക് സമയത്ത് എത്ര വൈദ്യുതി ഡിമാൻഡ് വരും എന്ന് കണക്ക് കൂട്ടുന്നത് അത് ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചാണ്. കഴിഞ്ഞ വർഷം എത്രയായിരുന്നു ഡിമാൻഡ് വന്നത്, അതിന് മുമ്പിലത്തെ വർഷം ഡിമാൻഡ് വന്നത്, അതിൽ നിന്ന് എന്തെങ്കിലും പാറ്റേൺ ഡിഫറൻസ് ഉണ്ടോ, ഈ വർഷം എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ. ഇപ്പൊ ഉഷ്ണതരംഗം അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു നവംബർ ഡിസംബറിൽ നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ നമ്മള് ഒരു ജൂൺ ജൂലൈ മാസത്തിലാണ് ഒരു ഓവറോൾ പ്ലാനിങ് നടത്തുന്നത്. പിന്നെ ഓരോ മാസവും ഉണ്ടാകുന്ന സാഹചര്യം അനുസരിച്ചിട്ട് വേരിയേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കും. ആ വേരിയേഷന്റെ കൂടി അടിസ്ഥാനത്തിൽ അത് പുതുക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോ ഏറ്റവും അവസാനത്തെ ഫെബ്രുവരി മാസം തുടക്കത്തിലുള്ള കോർ കമ്മിറ്റി മീറ്റിംഗിൽ പരിശോധിക്കുമ്പോഴും ഈ പറയുന്ന വേനൽക്കാലത്ത്, അതായത് ഏപ്രിൽ മെയ് മാസത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നതിന് ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച നമ്മള് നോർമൽ കേസിൽ വരേണ്ട വൈദ്യുതി എന്ന് പറയുന്ന ഒരു 5700 മെഗാവാട്ട് 5800 മെഗാവാട്ട് വരെയാണ് വരേണ്ടത്. പക്ഷേ ഈ ഇലക്ഷൻ ഇയർ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ IPL അടക്കമുള്ള സാഹചര്യങ്ങൾ, ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു 200 മെഗാവാട്ടും കൂടി അഡീഷണൽ ചിലപ്പോൾ വന്നേക്കാം. എന്നാലും ഒരു 6000 മെഗാവാട്ടിന് അപ്പുറത്തേക്ക് കൺസംഷൻ വരും എന്ന് KSEB ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ കൺസംഷൻ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. ഇവിടെ നേരത്തെ സതീഷ് തന്നെ പറഞ്ഞ പോലെ 6033 മെഗാവാട്ട് മീറ്റ് ചെയ്തിരിക്കുന്നു. അതായത് അത്രയും വന്നിരിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത്രയാണ് വന്നതെന്നല്ല, അത്രയും വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡ് മീറ്റ് ചെയ്തിരിക്കുന്നു. അതിനുശേഷവും ചിലപ്പം അതിനേക്കാൾ ഉയർന്ന ഡിമാൻഡ് ഉണ്ടായിരിക്കും. കാരണം ആ ഡിമാൻഡ് ഇലക്ട്രിസിറ്റി ബോർഡിന് മീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് റെക്കോർഡ് ചെയ്യപ്പെടില്ല. മീറ്റ് ചെയ്തതല്ലേ റെക്കോർഡ് ചെയ്യപ്പെടൂ. ഇപ്പൊ നമുക്ക് 6033 മെഗാവാട്ട് വരെ മീറ്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്നു. 6033 അല്ല, 6157 ഒരു ഘട്ടത്തിൽ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഡിമാൻഡ് പോയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസൂത്രണത്തിൽ നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ എക്സിജൻസികളും കണ്ടുകൊണ്ട് ആസൂത്രണം ചെയ്യുന്ന റേറ്റ് അളവിനേക്കാളും ഉയർന്ന ഒരു കൺസംഷൻ വന്നിരിക്കുന്നു. ആ ഒരു പരിശോധനയിലാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ചില പാറ്റേൺ ചേഞ്ചസ് നമ്മളെ ശ്രദ്ധപ്പെടുന്നത്. ഇപ്പോ ആ പാറ്റേൺ ചേഞ്ചസ് നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പാറ്റേൺ ചേഞ്ചസ് അല്ല. ഇപ്പോ ഈ ഫെബ്രുവരി 28 ശേഷം ഉണ്ടായിട്ടുള്ള പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഒക്കെ സാഹചര്യത്തിൽ കേരളത്തിലടക്കമല്ല എല്ലായിടത്തും ഇപ്പം ഇവിടെ വ്യാപാരി വ്യവസായികൾ പറഞ്ഞല്ലോ വലിയ രൂപത്തിലുള്ള ഗ്യാസിന്റെ പ്രതിസന്ധി ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടില് പല ചായക്കടകളും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവര് കുറെയൊക്കെ പ്രവർത്തിച്ചത് ഇലക്ട്രിക് സ്റ്റൗകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. കേരളത്തിലെ എല്ലാ വീടുകളിലും ഏറെക്കുറെ ഈ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഗ്യാസ് ഉപയോഗിക്കുന്ന വീടുകളിൽ ഒക്കെ തന്നെ ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ അതിന് പകരം വരിക ഉണ്ടായിട്ടുണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയിലേക്കുള്ള കൺവേർഷനാണ്.
അപ്പൊ സ്വാഭാവികമായിട്ടും ഇലക്ട്രിക് കൺസംഷൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ മറ്റൊരു കാരണം കൊണ്ട് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു 500 മെഗാവാട്ടും കൂടി വർദ്ധിച്ചതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്ത് വന്നാലും ഇത്രയേ വരൂ എന്ന് ധരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഡിമാൻഡ് വന്നപ്പോൾ ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ നമ്മുടെ സിസ്റ്റത്തിന് കഴിഞ്ഞില്ല. കാരണം നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് ഓവർഡ്രൂ ചെയ്യാൻ നമുക്ക് പരമാവധി കഴിയുന്നതും പരിശോധിച്ചാലും ഈ പറയുന്ന 6000 മെഗാവാട്ട് ചില ഘട്ടങ്ങളിലൊക്കെ ഒരു 6050 6100 മെഗാവാട്ടൊക്കെയാണ് നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിയുക. അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു കൺസംഷൻ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നിരിക്കുന്നു. ഇത് പാചകവാതക പ്രശ്നം കൊണ്ട് ഇൻഡക്ഷൻ കുക്കർ വന്നത് മാത്രമായിരിക്കണം നിർബന്ധമില്ല. ഇപ്പം ഇലക്ട്രിക് വെഹിക്കിള് നേരത്തെ ഉണ്ട്. പക്ഷെ പലപ്പോഴും ലോക്കൽ കമ്മ്യൂട്ടേഷൻ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇലക്ട്രിക് വെഹിക്കിള് ലോങ് ഡ്യൂറേഷൻ യാത്രകൾക്ക് കൂടി ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് ആളുകൾ മാറി. സ്വാഭാവികമായിട്ടും അവരുടെ ചാർജിങ്ങിന്റെ അളവിന്റെ അകത്ത് വ്യത്യാസം വന്നിട്ടുണ്ടാവാം. ഇങ്ങനെ പല വിധത്തിലായ ഘടകങ്ങൾ, അതൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായി കണ്ടെത്താൻ കഴിയാത്ത ഘടകങ്ങൾ വന്നപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് ഈ പറയുന്ന ലോഡ് മീറ്റ് ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ ട്രിപ്പാകുകയും അതിന്റെ ഭാഗമായി ഒരു പ്രാവശ്യം ഈ പറഞ്ഞ DMS ട്രിപ്പായി കഴിഞ്ഞാൽ 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടേ അത് ചാർജ് ചെയ്യാൻ കഴിയൂ. വീണ്ടും ആ ലോഡ് അപ്പോൾ ക്രമീകരിക്കപ്പെട്ടില്ലേ വീണ്ടും ഒരു 1/4 മണിക്കൂറും കൂടി നിൽക്കും. അതുകൊണ്ടാണ് ഇപ്പോ അരമണിക്കൂർ നേരം വരെ, പരമാവധി അരമണിക്കൂർ നേരം വരെ ഉള്ള ഒരു എന്താ പറയാ പീക്ക് ലോഡ് ഡിമാൻഡില് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള റെസ്ട്രിക്ഷൻ വേണ്ടി വരും എന്ന് KSEB തീരുമാനിച്ചിട്ടുള്ളത്. ഡോക്ടർ സുരേഷ് കുമാർ, നിലവിലെ ഈ പ്രതിസന്ധി താൽക്കാലികമാണോ അതോ വരും മാസങ്ങളിൽ പവർ കട്ട് ഏർപ്പെടുത്തേണ്ടി വരുമോ? അല്ല, ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒന്ന്, ഇന്ത്യൻ കമ്പോളത്തില് വൈദ്യുതി ഇല്ല എന്നൊരവസ്ഥയുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല. വൈദ്യുതി ഇപ്പൊ തൽക്കാലം ഷെഡ്യൂൾ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് പരിശോധിക്കാവുന്നതാണ്. പക്ഷെ ഇന്ത്യയില് ആകെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 5 ലക്ഷം മെഗാവാട്ടോളം ഉണ്ട്. നമ്മുടെ മാക്സിമം ഡിമാൻഡ്, ഇന്ത്യൻ കോൺഗ്രസിലെ മാക്സിമം ഡിമാൻഡ് ഇത് വന്നിട്ടുള്ളത് 2,56,000 മെഗാവാട്ടാണ്. ഈ 5 ലക്ഷത്തോളം മെഗാവാട്ട് നമ്മുടെ കയ്യിൽ ഉൽപാദന ശേഷി ഉണ്ടെങ്കിലും അത് ഷെഡ്യൂൾ ചെയ്ത് വരുമ്പോൾ, കാരണം എല്ലാ നിലയങ്ങളും എല്ലാ സമയത്തും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തതും അതുപോലെ തന്നെ ഇതിനകത്ത് റിന്യൂവബിൾ സോഴ്സസ് ഉള്ളത് എല്ലാം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാത്തതും ഒക്കെ കഴിച്ചാലും ഏകദേശം 3 ലക്ഷം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സ്ഥാപിത ശേഷി യഥാർത്ഥത്തിൽ ഇന്ത്യയിലുണ്ട്. എന്നാൽ ആ സ്ഥാപിത ശേഷി നിൽക്കുമ്പോഴും 2,56,000 മെഗാവാട്ട് മാത്രം ടോട്ടൽ ഡിമാൻഡ് വന്നിട്ട് പോലും നമുക്കത് മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതിന്റെ അർത്ഥം ശേഷിയില്ലാത്തതല്ല, അത് ഷെഡ്യൂൾ ചെയ്യപ്പെടുന്നതിന് ദേശീയ അടിസ്ഥാനത്തിൽ ചില പരിമിതികളുണ്ട് എന്നാണ് മനസ്സിലാക്കുക. അത്തരം പരിമിതികൾ തീർച്ചയായിട്ടും മറികടക്കുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള നിലയങ്ങളൊക്കെ ആയിട്ട് കരാറുകളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്ത് ഈ പറയുന്ന ഇപ്പം ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയുടെ അളവ് കൂടി മാനേജ് ചെയ്യാൻ വരും ദിവസങ്ങൾ കഴിഞ്ഞേക്കും. പക്ഷെ അതിന് നമ്മളെ മുമ്പിൽ ചെറിയൊരു ബ്രീത്തിങ് ടൈം ഉണ്ടായേ പറ്റൂ. ഇപ്പൊ ഇപ്പം പോയി ടൈമർ മാർക്കറ്റിൽ നമ്മൾ വൈദ്യുതി ആവശ്യപ്പെടുമ്പോൾ പലപ്പോഴും അവിടെ കിട്ടാത്ത സാഹചര്യമുണ്ട്. മാത്രമല്ല അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കടുത്ത ക്രൈസിസ് നിൽക്കുകയാണ്. ഇപ്പം പഞ്ചാബിലാണെങ്കിൽ 10 മണിക്കൂറോളം ആണ് അവിടെ ലോഡ് ഷെഡിങ് വരുന്നത്. രാജസ്ഥാനിലും ഹരിയാനയിലും വലിയ വ്യാപകമായിട്ട് ലോഡ് ഷെഡിങ് വരുന്നുണ്ട്. ഇതിലേറെ ഇപ്പം ഡൽഹി നഗരം വലിയ രൂപത്തില് എന്താ പറയാ വൈദ്യുതി ഡിസ്ട്രിബ്യൂഷനിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്ന ഡൽഹി നഗരത്തിലും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂർ വരെ പല സമയങ്ങളിലും ലോഡ് ഷെഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാണ്. അപ്പൊ ആ നിലയ്ക്ക് രാജ്യവ്യാപകമായി നിൽക്കുന്ന ഒരു പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ നമുക്കിപ്പം പെട്ടെന്ന് ഈ സ്ഥാനം പരിഹരിക്കുന്നതിന് സാധ്യതയില്ലെങ്കിൽ പോലും ദേശീയ സാഹചര്യത്തിൽ ഉൽപാദനക്ഷമത അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കത് ഒരു ബ്രീത്തിങ് ടൈം എടുത്ത് പരിഹരിച്ചു പോകാൻ പറ്റുന്നത് തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സതീഷ്, ഈ സ്മാർട്ട് മീറ്ററുകൾ ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ സാധാരണ ഉപഭോക്താവിനെ സഹായിക്കുന്നതാണോ അതോ അതൊരു ബാധ്യതയാകുകയാണോ? സ്മാർട്ട് മീറ്റർ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. സുരേഷ് എന്ത് പറഞ്ഞാൽ തന്നെയും അത് സഹായിക്കുന്നതാണെന്നാണ് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. ഇന്ന് ഞാനൊരു KSEB ഇൻഡസ്ട്രീസുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞ് ഇൻഡസ്ട്രിയൽ പവർലൈസേഷൻ കമ്മിറ്റി മീറ്റിംഗ്, ഒരു വർഷത്തെ ഒരു മീറ്റിംഗ് ESC കൺസ്യൂമേഴ്സും KSEBയുടെ ടോപ്പ് ഒഫീഷ്യൽസും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പം അതിനകത്ത് ഇതുപോലുള്ള പല കാര്യങ്ങൾ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പം നെക്സ്റ്റ് സ്റ്റേജായിട്ട് SC EST കൺസ്യൂമേഴ്സിന് സ്മാർട്ട് മീറ്റർ വെക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്മാർട്ട് മീറ്റർ എന്നാലും ഇന്ത്യയിൽ എല്ലായിടത്തും വെക്കേണ്ട ഒരു സാഹചര്യമാണ്. അതിപ്പം ഇവിടെ കേരളത്തിലുള്ള ഡിസ്പ്യൂട്ട് KSEB വെക്കണോ അതോ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രകാരം ചെയ്യണമെന്നുള്ളതാണ്. അത് ഇപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട സബ്ജക്റ്റുള്ള എല്ലാത്തുകൊണ്ട് ഞാൻ ഇതിലോട്ട് കടങ്ങില്ല. സ്മാർട്ട് മീറ്റർ ഈസ് ഗുഡ് ഫോർ ദി കൺസ്യൂമേഴ്സ്.
പക്ഷെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ മൊബൈലിൽ നമ്മൾ അതിനകത്ത് പ്രീപെയ്ഡ് മൊബൈൽ ഉപയോഗിക്കാൻ കൂട്ടുള്ള സാഹചര്യമാണ്. ഇപ്പം നമ്മളാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഏകദേശം 2 മാസത്തെയോ 3 മാസത്തെയോ വൈദ്യുതി അഡ്വാൻസ് തുക ഡിപ്പോസിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പലപ്പോഴും വൈദ്യുതി വാങ്ങിക്കുന്നത്. ഇപ്പം സ്മാർട്ട് മീറ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാലൻസ്, ഇപ്പം നിങ്ങൾക്ക് എനർജി മീറ്ററിൽ കാണുന്ന കൂട്ട് നിങ്ങളുടെ ബാലൻസ് എത്ര, ഇപ്പം 50 രൂപയുണ്ടോ 100 രൂപയുണ്ടോ എന്ന് കാണാൻ നോക്കും. അപ്പം നിങ്ങളുടെ ബാലൻസ് 0 ആകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് യു ക്യാൻ റീചാർജ്. നിങ്ങൾക്ക് ഇപ്പോഴാണെങ്കിൽ 2 മാസത്തെ ബില്ല് എടുക്കുന്നവർക്ക് 2 മാസത്തെ പൈസ ഒന്നിച്ചടച്ചാലേ നിങ്ങൾക്ക് ബില്ല് അടയ്ക്കാൻ ഒക്കത്തുള്ളൂ. മറ്റേതല്ല, നിങ്ങളുടെ കയ്യിൽ ഇപ്പം 50 രൂപ ഉണ്ട്, 50 രൂപ നിങ്ങൾക്ക് ടോപ്പപ്പ് ചെയ്യാം. ഇപ്പം 100 രൂപ ഉണ്ടെങ്കിൽ 100 രൂപ ടോപ്പപ്പ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ റീഡിങ് നോക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റീഡിങ് നിങ്ങളുടെ മൊബൈലിൽ SMS കിട്ടും. അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് 0 ആകുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് ആ എനർജി ടോപ്പപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഡിപ്പോസിറ്റ് ഇറ്റ് ഈസ് സപ്പോസ് ടു ഗെറ്റ് ബാക്ക്. അപ്പോൾ ആ പൈസ തിരിച്ചു കിട്ടിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ പൈസയുടെ ഒരു അംശം മതി നിങ്ങൾക്ക് അത് ടോപ്പപ്പ് ചെയ്യാനായിട്ട്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അത് എന്തായാലും അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ മുഴുവൻ നടപ്പാക്കിയേക്കത്തുള്ളൂ, കേരളത്തിൽ നടപ്പാക്കണം. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇപ്പം നേരത്തെ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ ഈ പവർ കട്ടും ലോഡ് ഷെഡിങ് എന്ന് വെച്ചാൽ നമുക്ക് പറയാതെ ഒരു പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ നടത്തുന്നതിനെക്കാട്ടും നമ്മളെ അറിയിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ തത്വം. ഇതാ ഒരു ഇലക്ട്രിക്കൽ, ഐ ആം ബേസിക്കലി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാര്യത്തിനാണ് ഒരു ലോഡ് സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും എല്ലാം. സിസ്റ്റം മാനേജ് ചെയ്യാൻ, സിസ്റ്റം കൈവിട്ട് പോകാതിരിക്കണമെങ്കിൽ സിസ്റ്റം മാനേജ് ചെയ്യണം. അപ്പോൾ മാനേജ് ചെയ്യുമ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട്, ഇപ്പോൾ നിങ്ങളുടെ തന്നെ സ്റ്റുഡിയോയിൽ അഡ്വാൻസ് ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ട്രൈ ഫോർ ആൾട്ടർനേറ്റ് മെത്തേഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു UPS വെച്ചോ ഇൻവെർട്ടർ വെച്ചോ നിങ്ങൾക്ക് അവിടെ മാനേജ് ചെയ്യാം. അല്ലെങ്കിൽ ചെറിയ കച്ചവടക്കാരന് ചെറിയൊരു അവിടെ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു ഡീസൽ ജനറേറ്റർ ഇപ്പം 1 kVയുടെ 2 kV അവർ അത് ഓൺ ചെയ്തിട്ട് അത് മാനേജ് ചെയ്യും. പക്ഷേ നമ്മൾ പറയാതെ പ്രവർത്തനം ഇല്ലാതാകുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ ലോഡ് ഇപ്പം മെയിൻലി EST ഇൻഡസ്ട്രീസിനോട് പറഞ്ഞേക്കുന്നത് ലോഡ് പീക്ക് ടൈമിലൊന്നും കുറയ്ക്കണമെന്നാണ്. അത് പല കമ്പനികളും ഈ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വി ആർ റെഡി ടു കോപ്പറേറ്റ്. അതാണ് ഇൻഡസ്ട്രീസിൻ്റെ പൊതുവെ നിലപാട്. ആ സമയത്ത് വൈകുന്നേരത്ത് ഇപ്പം 6-നും 10-നും ഇടയ്ക്ക് സിസ്റ്റം മാനേജറായിട്ട് ഈ ലോഡ് കുറയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറയ്ക്കാവുന്ന ലോഡുകൾ കുറയ്ക്കും. അതുമാത്രമല്ല പല ഇൻഡസ്ട്രീസിനും അവരുടെ സ്വന്തമായിട്ടുള്ള DG സിസ്റ്റം ഉണ്ട്. അത് ഈവൻ ഇത്തിരി കോസ്റ്റ്ലി ആണെങ്കിൽ തന്നെ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ KSB സപ്പോർട്ട് ചെയ്യാനായിട്ട് പല കമ്പനികളും അതിന് തയ്യാറാകുന്നുണ്ട്. അതെന്ന് വെച്ചാൽ സിസ്റ്റം മാനേജ് ചെയ്യുന്ന, അല്ലാതെ പിന്നെ കമ്പനികളുടെ കേസിൽ പവർ കട്ട് ചെയ്യത്തില്ല. അപ്പോൾ അവരോട് അവരുടെ ലോഡ് ഒന്ന് കുറയ്ക്കാനേ പറയുന്നു, അല്ലാതെ അവരുടെ ലൈൻ കട്ട് ചെയ്യത്തില്ല. പക്ഷേ ബാക്കി ഇപ്പം ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിൻ്റെ കൂടെ തന്നെയാണ് പല നമ്മുടെ കടകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും എല്ലാം കിടക്കുന്നത്. അപ്പം ഒരു 11 kV ലൈൻ കട്ട് ഓഫ് ചെയ്യുവാണെങ്കിൽ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിൻ്റെ കൂടെ തന്നെ വ്യാപാരികളെ എല്ലാം അത് ബാധിക്കും. പ്രത്യേകിച്ച് വ്യാപാരികളുടെ ബിസിനസ്സൊക്കെ മെയിൻലി നടക്കുന്നത് പീക്ക് ടൈമിലാണ്. പണ്ടത്തെ കൂട്ടൽ ആൾക്കാർ സന്ധ്യ കഴിഞ്ഞായിട്ടാണ് സാധനങ്ങൾക്ക് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പം വ്യാപാരി വ്യവസായികൾ പറഞ്ഞതിൻ്റെ അവരുടെ കൺസേൺ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അവരോട് സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ 7-നും 7:30 ഇടയ്ക്കും അരമണിക്കൂർ ഞങ്ങൾക്ക് പവർ കട്ട് ഉണ്ടാകും. ആ പവർ കട്ട് ഉണ്ടാകുമെന്ന് പറയാനുള്ള തൻ്റെ ഇടം KSB കാണിക്കുന്നു. അല്ലാതെ ഒരു പിന്നെ രാഷ്ട്രീയ പാർട്ടി 10 വർഷം പവർ കട്ട് ഇല്ലായിരുന്നു എന്ന് പറയുന്നത് ക്രെഡിറ്റ് അല്ല. നമുക്ക് സിറ്റുവേഷൻ യു ഹാവ് ടു ഡു ഇറ്റ്. അതാണ് വേണ്ടത്. പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ വി ആർ റെഡി ടു ഫേസ് ദാറ്റ് സിറ്റുവേഷൻ. എന്നുള്ളതാണ് പറയേണ്ടത്. അല്ലാതെ അതിൽ നിന്ന് ഒഴിച്ചോടിയിട്ട് ഞങ്ങൾ മാനേജ് ചെയ്യുവാണ്, നിങ്ങൾ സഹകരിക്കുക എന്ന് പറയുന്നതിനല്ല മീനിങ്. ശരി, വ്യക്തമാണ്. വ്യവസായികളോട് ആണെങ്കിൽ ഇപ്പം രാത്രി 10 മണിക്ക് ശേഷം കടകൾ പണ്ടുണ്ടായിരുന്നല്ലോ, 10 മണിക്ക് ശേഷം കടകളിലൊക്കെ ആവശ്യത്തിലധികമുള്ള അലങ്കാരങ്ങളും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ പറയുവാണെങ്കിൽ സത്യത്തിൽ കഴിഞ്ഞ 3 വർഷം എടുത്തു കഴിഞ്ഞാൽ ഈ വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം വൺ ഓഫ് ദ ബെസ്റ്റ് ഇയർ എന്ന് തന്നെ പറയാം. എന്നാൽ അതിൽ നമ്മുടെ ഹൈഡൽ ജനറേഷൻ വെച്ചാൽ 9,910 ആൾമോസ്റ്റ് 10,000 മില്യൺ യൂണിറ്റാണ് നമ്മൾ പിന്നെ നമ്മുടെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് ജനറേറ്റ് ചെയ്തത്. അത് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ പറയാം. ഇതിന് മുകളിൽ പോയിട്ടുള്ള ആകപ്പാട് 1 വർഷം മാത്രമാണ്. അതുപോലെ നമ്മുടെ നീരൊഴുക്ക് ഇൻഫ്ലോ ഡാമിലേക്ക് ഉണ്ടായതും വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഈ റീസെന്റ് ഇയേഴ്സിൽ സംഭവിച്ചത്. ഇതിന്റെ നമ്മുടെ മുമ്പിലത്തെ വർഷം എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പകുതി 4,700 ദശലക്ഷം യൂണിറ്റുള്ള വൈദ്യുതി വെള്ളമാണ് വന്നത്. അതേസമയം ഈ വർഷം നമുക്ക് 8,400 ദശലക്ഷം യൂണിറ്റിനുള്ള വെള്ളം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷമാണെങ്കിൽ 6,600 ഉള്ളൂ.
പക്ഷെ ശരി, ആ വ്യക്തമാണ്. ഈ ഞാൻ 3 വർഷം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർച്ച് 30% വന്നിരിക്കുന്നത് ഏറ്റവും ലോവസ്റ്റ് ഹൈഡൽ സ്റ്റോറേജ് ആണ്. അത് സത്യത്തിൽ ഒരു 500 ദശലക്ഷം യൂണിറ്റ് എങ്കിലും അധികം ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ സിറ്റുവേഷൻ ഇച്ചിരി ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യായിരുന്നു. ശരി, വ്യക്തമാണ്. ഇപ്പം ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. പല പല ശ്രീ റീസൺസ് ഉണ്ട്. ശ്രീ നമ്മുടെ മേജർ അജ്മൽ, സ്റ്റേഷൻസിലുള്ള പല ഞാൻ താങ്കളിലേക്ക് പല മടങ്ങി വരാം. മെഷീൻസ് നമുക്ക് ഞാൻ ഇതിനെക്കുറിച്ച് അടുത്ത പറഞ്ഞിട്ട് ഘട്ടത്തിൽ ചർച്ച ചെയ്യാവുന്നതാണ്. ശ്രീ അജ്മൽ, അല്ല ജെയിംസ്, ഞാൻ ഒന്ന് കണ്ടിന്യൂ ചെയ്തോട്ടെ. പറയൂ. ചില ഈ പല സ്റ്റേഷൻസും നമ്മുടെ മഴക്കാലത്തിന് മുമ്പ് നമ്മുടെ മെയിൻ്റനൻസ് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പം മേജർ സ്റ്റേഷനിലെ പല മെഷീൻസിൽ ഇപ്പോൾ ഷട്ട് ഡൗൺ ആണ്. നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മാക്സിമം കപ്പാസിറ്റിയിൽ ഇടുക്കി എടുത്തു കഴിഞ്ഞാൽ 780 മെഗാവാട്ട് ഉണ്ട്. 6 മെഷീനാണ്, 130 മെഗാവാട്ട് ഇൻറ്റു 6. അപ്പോൾ ആ മെഷീൻസ് പലതും ഇന്ന് മെയിൻ്റനൻസിലാണ്. വെള്ളം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി ആ സ്റ്റേഷൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ സോളാർ നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെറുതായിട്ടല്ല 1514 ദശലക്ഷം യൂണിറ്റാണ് നമ്മുടെ CGS പവർ സറണ്ടർ ചെയ്തത്. അപ്പം അതൊക്കെ നമുക്ക് സോളാറിന്റെ പെനിട്രേഷൻ വൺ ഓഫ് ദ റീസൺ ആണ്. പക്ഷേ നമ്മുടെ ഹൈഡൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെറ്റർ സോളാർ ഹൈഡൽ മിക്സുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പം അത് ബാക്കിയുള്ള ജനറേറ്റ് സ്റ്റേഷൻ്റെ കൂട്ടല്ല. താങ്കൾ പറഞ്ഞത് വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അജ്മൽ, ജനറേറ്ററുകളും ഇൻവെർട്ടറുകളും ഉപയോഗിക്കുമ്പോൾ ഉൽപാദന ചെലവിൽ വൻപിച്ച വർധന ഉണ്ടാകുന്നുണ്ടോ? പൊതുവെ കേരളത്തിലെ ഒരു പ്രത്യേകത മറ്റു സ്റ്റേറ്റ് നമുക്ക് അറിഞ്ഞൂടാ. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ ഭരണ നേതൃത്വ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും മുൻകരുതലുകൾ പലപ്പോഴും ഇല്ല. ഒരു റോഡ് അപകടം ഒരു വളവിലുണ്ടാകുമ്പോൾ അപ്പം ആ നിർമ്മാണത്തിലെ അപാകതകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊരു യുദ്ധത്തിന്റെ പ്രതിസന്ധികൾ വന്നു, ഗ്യാസിന്റെ ഉപഭോഗം ഇല്ലാതെ വന്നപ്പോൾ കറണ്ട് കൂടുമെന്ന് വന്നു. അവിടെ ഒരു പ്രതിവിധി കാണാനുള്ള നമ്മുടെ നാട്ടില് എല്ലാ സംവിധാനങ്ങൾക്കും എപ്പോഴും അങ്ങനെയാണ്. മുൻകരുതലുകൾ ഇല്ലാണ്ട് പോകുന്ന സംവിധാനങ്ങളാണ് കേരളത്തിൽ എപ്പോഴും കാണാൻ കഴിയും. അപ്പോൾ ഒരു സൈഡിലൂടെ സോളാറിന് പ്രൊമോഷൻ കൊടുക്കുകയും സോളാർ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇപ്പോൾ 5 kയിൽ കൂടുതൽ വെക്കാനുള്ള അനുവാദം കൊടുക്കുന്നില്ല. കാരണം വൈദ്യുതി വകുപ്പിന്റെ ഗ്രിഡിൽ ഇത്രയും ഗ്രിഡ് ഇത് സേവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഗ്രിഡിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോളാർ ഒരേ സമയം പ്രോത്സാഹിപ്പിക്കുകയും ഒരേ സമയം അത് നിയന്ത്രണം ഏർപ്പെടുത്തുകയും. ഇടയ്ക്കിടയ്ക്ക് വൈദ്യുതി ബോർഡ് തന്നെ പറയുകയാണ് സോളാർ ഉൽപ്പന്നങ്ങൾക്ക് ഇനി നിയന്ത്രണങ്ങൾ വരും. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എന്നും പ്രതിസന്ധിയിലാണ്. അപ്പോൾ മുൻകരുതലുകൾ എടുക്കേണ്ടടുത്ത് എടുക്കാത്ത ഒരു പ്രതിസന്ധിയാണ്. ഒരിക്കലും ഇൻവെർട്ടർ സംവിധാനങ്ങളോ ജനറേറ്റർ സംവിധാനങ്ങളോ ചെറുകിട രംഗത്തും വ്യവസായ രംഗത്തും ഉൽപ്പന്നങ്ങൾ നിർമ്മാണ രംഗത്തും വിപണന രംഗത്തും മുതലാവുന്ന ഒരു വിധത്തിലല്ല നിലവിൽ നമ്മുടെ നാട്ടിൽ. ശരി, വ്യക്തമാണ്. ഡോക്ടർ MG സുരേഷ് കുമാർ, ദീർഘകാല അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ എന്തു ചെയ്യണം? അല്ല, ഇതിനു മുമ്പ് നേരത്തെ സതീഷ് പറഞ്ഞപ്പോൾ തുടങ്ങിയപ്പോൾ എന്നോട് ഈ സ്മാർട്ട് മീറ്ററിന്റെ കാര്യം പറഞ്ഞപ്പോ സുരേഷ് സമ്മതിച്ചാലും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു. സുരേഷ് സമ്മതിക്കാത്ത പ്രശ്നമൊന്നുമില്ല. സ്മാർട്ട് മീറ്റർ വെക്കുന്നതിന് ഞാൻ ഉൾപ്പെടുന്ന സംഘടനകളോ എതിരല്ല. സ്മാർട്ട് മീറ്റർ വെക്കണ്ട എന്നല്ല അഭിപ്രായം. പക്ഷെ സ്മാർട്ട് മീറ്റർ വെക്കുന്നത് വൈദ്യുതി ബോർഡിന്റെ റവന്യൂ സംവിധാനത്തെ സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള ഒരു ഉപാധിയാക്കി മാറ്റുന്നതിനെ ഞങ്ങൾ ശക്തമായി എതിർത്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന് യഥാർത്ഥത്തിൽ സ്മാർട്ട് മീറ്റർ വെക്കലൊന്നും അല്ല താല്പര്യം. ഇന്ത്യയിലെ വൈദ്യുതി ലൈനുകളുടെ ശോചനീയാവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇപ്പോഴും രാജ്യത്തെ വിതരണ നഷ്ടം എന്ന് പറയുന്നത് 18% മുകളിലാണ്. അങ്ങനെ നിൽക്കുന്ന തീരെ കാര്യക്ഷമമല്ലാത്ത വൈദ്യുതി ലൈൻ ഉണ്ടാവും, മീറ്റർ മാത്രം കാര്യക്ഷമമാക്കിയാൽ മതി എന്ന നിലയ്ക്കുള്ള ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. അത് സ്വകാര്യ കമ്പനികൾക്ക് അവരുടെ ഒരു ബെയിലൌട്ട് പാക്കേജ് രൂപത്തിലാണ് ഈ പദ്ധതി നടപ്പാക്കി കൊടുക്കുന്നത്. അതിന് തീർച്ചയായും വൈദ്യുതി ബോർഡിലെ സംഘടനകൾ ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ എന്ന രൂപത്തിൽ രാജ്യവ്യാപകമായി ടോട്ടക്സ് മോഡലിലുള്ള ഈ സോളാർ സ്മാർട്ട് മീറ്റർ വെക്കുന്നതിനോട് നമ്മൾ എതിരാണ്. ഇപ്പം കേരളത്തിൽ ടോട്ടക്സ് മാതൃകയിൽ സ്മാർട്ട് മീറ്റർ ടെൻഡർ നടന്നിരുന്നു. 35 ലക്ഷം മീറ്ററുകൾ KSEB ടെൻഡർ ചെയ്തു. കിട്ടിയത് 9440 രൂപ പെർ മീറ്റർ എന്നുള്ള നിലയ്ക്കാണ്. ഇപ്പൊ KSEB 3 ലക്ഷം മീറ്റർ മാത്രം ഒരു ബദൽ മാതൃകയിൽ വെക്കുന്നതിന് വേണ്ടി ടെൻഡർ ചെയ്തു. ഏകദേശം 40% കുറഞ്ഞ റേറ്റിലാണ്. സാധാരണഗതിയിൽ സ്കെയില് കുറയുമ്പോൾ കോസ്റ്റ് കൂടുക വേണ്ടത്. ഇവിടെ സ്കെയില് കുറഞ്ഞപ്പോൾ കോസ്റ്റ് നന്നായി കുറയുകയാണ് ചെയ്തത്. അത് കുറഞ്ഞത് ഒരു വ്യത്യസ്തമായി KSEBക്ക് തന്നെ നേരിട്ട് സ്മാർട്ട് മീറ്റർ വെക്കുക എന്നൊരു സമീപനത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് സ്മാർട്ട് മീറ്റർ കേരളത്തിൽ വെക്കണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ സ്മാർട്ട് മീറ്റർ വെക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ചില സ്വകാര്യവൽക്കരണ നയങ്ങളുടെ ഭാഗമായി വെക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല.
സാങ്കേതിക വിദ്യയുടെ എല്ലാതരം മാറ്റങ്ങളും, സാങ്കേതിക വിദ്യയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മാറ്റങ്ങളൊക്കെ തന്നെ വൈദ്യുതി മേഖലയിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ സമീപനം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം കേരളത്തിൽ ഈ പറയുന്ന പോലെ സ്പോട്ട് ബില്ലിങ് നടപ്പാക്കിയത് ബോർഡിന്റെ തീരുമാനത്തിന് അപ്പുറത്ത് ഞങ്ങള് വൈദ്യുതി ബോർഡിലെ സംഘടനകൾ വളരെ അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുകയും പ്രക്ഷോഭങ്ങളൊക്കെ നടത്തുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് സ്പോട്ട് ബില്ലിങ് നടപ്പാക്കിയത്. വൈദ്യുതി ബോർഡിന്റെ കമ്പ്യൂട്ടറൈസേഷൻ എന്ന് പറയുന്നതിൽ വൈദ്യുതി ബോർഡിലെ സംഘടനകൾ നടത്തിയിട്ട് ശ്രമം ചെറുതല്ല. ജ്യോതി സോഫ്റ്റ്വെയർ എന്ന് നിലയ്ക്ക് ഒരു സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റ് സൗജന്യമായി തരും എന്ന രൂപത്തിൽ വന്നു. പക്ഷെ അതിന്റെ താല്പര്യം മറ്റു ചെറുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ അതിനകത്ത് എതിർപ്പ് പ്രകടിപ്പിച്ചു. അതിന് പകരം ബോർഡിനുള്ളിൽ തന്നെ ഈ രംഗത്ത് വിദഗ്ധരായിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഇൻഹൗസ് ആയി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടാണ് ബില്ലിങ്, അത് പിന്നീട് നെറ്റ് മീറ്ററിങ്, എന്താ പറയാ, നമ്മുടെ ഒരുമ നെറ്റ് എന്ന രൂപത്തില് ടോട്ടൽ സെർവറിലേക്ക് പോകുന്നത്, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇൻഹൗസ് ആയി ഡെവലപ്പ് ചെയ്ത് ചെയ്യാൻ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള സംഘടനകളാണ്. അപ്പൊ സംഘടനകൾ ഏതെങ്കിലും തരത്തിലുള്ള ആധുനികവൽക്കരണത്തിനെതിരായിട്ടുള്ള സമീപനം കേരളത്തിൽ സ്വീകരിച്ചിട്ടില്ല. പക്ഷെ ആധുനികവൽക്കരണത്തിന്റെ പേരിൽ സ്വകാര്യവൽക്കരണം കൊണ്ടുവന്നാൽ അതിനെ ശക്തമായി എതിർക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ദീർഘകാലാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യം. ഒന്ന്, കേരളം എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമല്ല, ദേശീയ ഗ്രിഡിന്റെ ഭാഗമാണ്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരൊറ്റ സിംഗിൾ ഗ്രിഡിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇന്ധന സാധ്യതകൾ വളരെ കുറവാണ്. നമുക്കിവിടെ കൽക്കരി ഖനികളില്ല, ലിഗ്നൈറ്റ് ശേഷിയില്ല. ഇപ്പം ഒറീസ, ജാർഖണ്ഡ് അല്ലെങ്കിൽ ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലെ കൽക്കരി മേഖലയെ ഏറ്റവും കൂടുതൽ ഉത്പാദനം നടക്കുന്നത്. ലിഗ്നൈറ്റ് പ്രധാനമായി ഉത്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനം തമിഴ്നാടാണ്. ഇങ്ങനെ മറ്റു പല സംസ്ഥാനങ്ങൾക്കും ഉള്ള ഊർജ്ജ സാധ്യതകൾ യഥാർത്ഥത്തിൽ കേരളത്തിനില്ല. കേരളത്തിന് മുമ്പിലാകെ സാധ്യതയുള്ളത് എണ്ണം മാത്രമാണ്. ഒന്ന് സോളാർ ഉണ്ടാവാം, അതല്ലെങ്കിൽ ഹൈഡൽ ഉണ്ടാവാം. പക്ഷെ കേരളത്തില് ഹൈഡൽ പ്രോജക്റ്റുകൾക്ക് ഒരു പരിമിതിയുണ്ട്. കാരണം വലിയ രൂപത്തിലുള്ള പരിസ്ഥിതിപരമായിട്ടുള്ള എതിർപ്പുകൾ, പരിസ്ഥിതി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകളും മറ്റ് ഒട്ടേറെ ഇഷ്യൂസിന്റെ ഭാഗമായി വലിയ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാത്തൊരു സാഹചര്യം കേരളത്തിലുണ്ട്. വലിയ പദ്ധതികളല്ലാണ്ട് സ്റ്റോറേജ് ഉള്ള പദ്ധതികളല്ലാതെ ഹൈഡൽ പ്രോജക്ട് നടപ്പാക്കിയതുകൊണ്ട് ഈ വേനൽക്കാലത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയില്ല. ഇപ്പൊ നമുക്ക് ചെറുകിട ജലവൈദ്യുതികൾ നടപ്പാക്കാം. പക്ഷെ ചെറുകിട ജലവൈദ്യുതി പദ്ധതികൾ നടപ്പാക്കിയാൽ മഴയുള്ളപ്പോഴേ വൈദ്യുതി ഉണ്ടാവൂ, മഴയില്ലാത്ത സമയത്ത് വൈദ്യുതി ഉണ്ടാവില്ല. കേരളത്തിൽ മഴയുള്ള സമയത്ത് ഡിമാൻഡ് കുറവാണ്. അങ്ങനെ ഡിമാൻഡ് കുറയുകയും വൈദ്യുതി വില ദേശീയ കമ്പോളത്തിൽ തന്നെ കുറഞ്ഞിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ അധികമായി വൈദ്യുതി ഉണ്ടാക്കിയത് കൊണ്ട് കാര്യമില്ല. അത് ഒരു പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുപോവുക. ആ സമയത്ത് നമ്മുടെ വൻകിട പദ്ധതികളിലെ ജലം സംരക്ഷിച്ചുകൊണ്ട് ഇത് ഉപയോഗിച്ചുകൂടെ എന്നൊക്കെ ചില ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ വൻകിട പദ്ധതികളുടെ ജലം നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കാറില്ല. പരമാവധി പദ്ധതികളുടെ ഒക്കെ അറ്റകുറ്റപ്പണികളും മറ്റും ഒക്കെ നടത്തുന്നത് മഴക്കാലത്താണ്, വേനൽക്കാലത്തല്ല. അത് പരമാവധി വേനൽക്കാലത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി തന്നെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ കേരളത്തിന്റെ ഒരു പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സഹായകരമാവില്ല. വൻകിട പദ്ധതികൾ പലതും സാധ്യമാണ്. പക്ഷെ അതിനകത്ത് ഒരു സമവായം കേരളത്തിൽ ഉണ്ടാക്കി. കേരളം ഈ ജലവൈദ്യുത പദ്ധതികളെ കൂടുതലായി ആശ്രയിക്കുന്നത് ഒരു പരിമിതിയാണോ? പരിമിതിയാണെന്ന് വെച്ചാൽ ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറയുന്നത് എന്തോ എൻവയോൺമെന്റലി ഡിസാസ്റ്റർസ് ആണ് എന്ന ഒരു ധാരണ കേരളത്തിൽ എങ്ങനെയോ വന്നുപെട്ടിട്ടുണ്ട്. അതെങ്ങനെ വന്നുപെട്ടു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മളിപ്പോ പലപ്പോഴും കേരളത്തിലെ നദികളില് വേനൽക്കാലത്ത് വെള്ളമുള്ള ഏതെങ്കിലും ഒരു നദി നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ? ആ നദിയുടെയൊക്കെ മുകളിൽ ഒരു ജലവൈദ്യുത പദ്ധതി ഉള്ളത് കൊണ്ടാണ് ചാലക്കുടി പുഴയിൽ വെള്ളമുണ്ട്. എന്തുകൊണ്ടാ? അവിടെ ചാലക്കുടിയുടെ മുഴയിൽ പൊരിങ്ങൽകൂത്ത് ഷോളയാർ പദ്ധതി ഉള്ളത് കൊണ്ടാണ്. പമ്പാ നദിയിൽ വെള്ളമുണ്ട്. എന്തുകൊണ്ടാ? അവിടെ നമ്മളെ ശബരിഗിരിയും കക്കാടടക്കമുള്ള പദ്ധതികളുണ്ട്. ഇങ്ങനെ പദ്ധതികളില്ലാത്ത, ജലവൈദ്യുത പദ്ധതികളില്ലാത്ത ഏതെങ്കിലും പുഴകളിൽ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവുമോ? ഒരു പുഴയിലും വെള്ളം ഉണ്ടാവില്ല. അപ്പം നമ്മുടെ നദികളുടെ ജലസ്രോതസ് നിലനിർത്തുന്നതിന്, അതുപോലെ തന്നെ അതിന്റെ ഈ ജലവൈദ്യുത പദ്ധതിയുടെ ഡാം കെട്ടി വെള്ളം കെട്ടി നിർത്തിയാൽ അത് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ വന്യമൃഗങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു വിധത്തിലും അത്യാവശ്യം വെള്ളം കുടിക്കാൻ കിട്ടുന്ന ഒരു സ്ഥലം അവിടെയാണ്. നന്നായിട്ട് ഈ പറയുന്ന പോലെ ജൈവവൈവിധ്യം വളരുന്ന പ്രദേശങ്ങളാണ് പലപ്പോഴും ഈ ഡാമുകളുടെ ഒക്കെ പരിസര പ്രദേശങ്ങൾ. ഇതിനകത്തൊരു തികഞ്ഞ തെറ്റായിട്ടുള്ള ഒരു ധാരണ കേരളത്തില് എങ്ങനെയോ വന്നുപെട്ടിട്ടുണ്ട്. ആ ധാരണകളിലൊക്കെ തന്നെ മാറ്റം വരുന്നുണ്ട്. ഇപ്പൊ ലോകവ്യാപകമായി റിന്യൂവബിൾ എനർജിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നായിട്ട് ഇപ്പോൾ ഹൈഡൽ എനർജി മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഹൈഡൽ എനർജിയെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയും. പക്ഷെ ഹൈഡൽ എനർജി പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് അതുകൊണ്ട് മാത്രം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പൂർണ്ണമായും തീരും. നമുക്ക് ആവശ്യമുള്ള അത്രയും വൈദ്യുതി സ്വയം പര്യാപ്തത നേടാൻ ഹൈഡൽ പദ്ധതികളിൽ നിന്ന് പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. നമുക്ക് ഇനിയും കുറച്ചുകൂടി സാധ്യതയുണ്ട്. ആ സാധ്യത നമ്മൾ ഉപയോഗിക്കണം. സോളാറിലും നമുക്ക് ചില സാധ്യതകളുണ്ട്. ആ സാധ്യത നമ്മൾ ഉപയോഗിക്കണം. പക്ഷെ സോളാറ് ഹൈഡൽ പദ്ധതികൾ കൊണ്ട് മാത്രം കേരളത്തിന്റെ ആവശ്യകത നിറവേറ്റില്ല. അങ്ങനെ വരുമ്പോൾ കേരളത്തിന് പുറത്തു നിന്നുള്ള വൈദ്യുതി വാങ്ങൽ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങുന്നത് എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണെന്നുള്ള ധാരണ നമുക്ക് ആവശ്യമില്ല.
കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു എന്താ പറയാ സംസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി വാങ്ങാനും ഉപയോഗിക്കാനുള്ള എല്ലാ അധികാരവും ഉള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഇന്ത്യയിൽ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി വാങ്ങിയെടുത്ത് ഉപയോഗിക്കുക എന്നത് കൂടി നമ്മുടെ ആസൂത്രണത്തിന്റെ ഭാഗമായി തന്നെയാണ് കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, വ്യക്തമാണ്. ഇനി താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അജ്മൽ, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തു തരത്തിലുള്ള ഇളവുകളും പിന്തുണകളുമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇളവുകൾ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞു, നമ്മൾ ലൈറ്റുകളെല്ലാം ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. വൈകുന്നേരമുള്ള വലിയ രീതിയിലുള്ള ഇലൂമിനേഷനുകളും ബോർഡുകളൊക്കെ ലൈറ്റുകൾ കുറയ്ക്കുക. പക്ഷെ ഒന്നറിയേണ്ടത്, ചൂട് കൂടിയ ഈ സമയത്ത് കടകളിൽ ആളുകൾ പർച്ചേസിങ്ങിന് വരുന്നത് വൈകുന്നേര സമയമാണ്. ആ സമയത്തുള്ള കരകെട്ട് ഞങ്ങൾക്ക് വളരെ പ്രതിസന്ധിയാണ്. അപ്പൊ വലിയ രംഗത്ത്, ഈ ചെറുകിട രംഗത്ത് കടകളെ സംബന്ധിച്ചോളം വീടുകളിൽ കൊടുക്കുന്ന റേറ്റ് അല്ല കടകളിൽ കൊടുക്കുന്ന റേറ്റ് അല്ല, വ്യവസായ രംഗത്ത് റേറ്റുകളെല്ലാം കൂടുതലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോ ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ യാതൊരുവിധ സംരക്ഷണവും ഇല്ലാണ്ട് സർക്കാർ പറയുന്ന തുക ഫിക്സഡ് ചാർജ് കൊടുത്തുകൊണ്ട് അവർ മേടിക്കുന്ന തുകയ്ക്ക് അനുസരിച്ച് ആനുപാതികമായി വർധനവ് കൊടുത്തുകൊണ്ട് വരുമാന രംഗത്ത് നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഇളവുകളും ഞങ്ങൾക്ക് ലഭിക്കാറില്ല. എന്നും ഞങ്ങൾക്ക് ഇരട്ടടി മാത്രമേ ലഭിക്കാറുള്ളൂ. ശരി, ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ ലോകത്ത് ഉണ്ട് എന്നുള്ള ചിന്ത വരില്ലാത്ത രീതിയിലാണ് പലപ്പോഴും ബോർഡിന്റെ ഭാഗത്തുനിന്നോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ പോകാറ്. ശരി, നമ്മുടെ സമയപരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുകയാണ്. കേരളത്തിലെ പവർ ക്രൈസിസ് വ്യവസായങ്ങളെയും സാധാരണ ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. റെക്കോർഡ് ഡിമാൻഡും അപര്യാപ്തമായ ആസൂത്രണവും ചേർന്നാണ് ഈ സ്ഥിതി ഉണ്ടായത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഊർജ്ജ സുരക്ഷ അത്യന്താപേക്ഷിതമാണ്. വ്യവസായങ്ങൾ തകർന്നാൽ അത് സാമ്പത്തിക രംഗത്തെ ഒട്ടാകെ ബാധിക്കും. KEB സംവിധാനങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബദൽ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് നാം വേഗത്തിൽ മാറേണ്ടിയിരിക്കുന്നു. ഉപഭോക്താക്കളെയും വ്യാപാരികളെയും ഇരുട്ടിലാകാത്ത ഒരു പരിഹാരം സർക്കാർ തലത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ MG സുരേഷ് കുമാർ, അജ്മൽ AR സതീഷ്, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.